എൻ്റെ പൊന്നുമോനെ പട്ടിക്കുഞ്ഞെ, നീ എന്തിനാണ് ചാടിയത്? സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രൂപ്പ് റൈഡിങ് പ്ലാനിങ്ങിൽ ഇറങ്ങിയതാട്ടോ. സോ നമ്മളിപ്പോൾ നിലവിൽ വാഗമൺ എത്താറായി. സോ ഓൾറെഡി ഞാൻ ഒരുപാട് വീഡിയോസ് വാഗമണിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് വ്ളോഗ് ചെയ്തില്ല. ആൻഡ് കുറേ നാളായിട്ട് ഗോപ്രോ യൂസ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ഇഷ്യൂസ്. സോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടപ്പനയിൽ നിന്ന് മേഘമല അങ്ങനെ ഒരു പ്രോഗ്രാമാണ്. സോ ലാസ്റ്റ് ടൈം മാമലക്കണ്ടം വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരും ഗ്രൂപ്പായിട്ടാണ് അന്ന് നമ്മൾ റൈഡിന് പോയത്. ഇന്നും നമ്മൾ ഗ്രൂപ്പ് റൈഡാണ്. ആക്ച്വലി ഓണത്തിൻ്റെ അവധി കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ വാഗമൺ എത്താറായി. പാലയൊക്കെ കഴിഞ്ഞു, നേരെ വാഗമൺ നമ്മുടെ മലയിലോട്ട് കയറിയിട്ടുണ്ട്. ഓണത്തിൻ്റെ ഹോളിഡേയ്സും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് കട്ടപ്പന ഞാൻ ആക്ച്വലി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴോ 1-2 പ്രാവശ്യം പോയിട്ടുള്ളൂ, അല്ലാതെ അങ്ങനെ എക്സ്പ്ലോറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സോ ഇന്ന് നമ്മുടെ കൂടെ വരുന്നൊരു ഫ്രണ്ടിൻ്റെ വീട് അവിടെയുണ്ട്. സോ നമ്മളിന്ന് അവിടെയാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നാളെ മേഘമല പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് പ്ലാന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഒരു വാഗമണ്ണിലൊരു സ്റ്റോപ്പ് എന്തായാലും എടുക്കും. ഇവിടെ ഇങ്ങനെ പുറകെ നിന്നിട്ട് യാതൊരു കാര്യം. കാരണം പുറകെ നിന്ന് കഴിഞ്ഞാണല്ലോ നമ്മൾ പുറകെ നിന്ന് പോകുള്ളൂ. എനിക്ക് പുറകെ നിൽക്കുന്ന പരിപാടിയെ താല്പര്യമില്ല. കാരണം വെറുതെയാണ്. ഇവന്മാർ ബ്രേക്ക് ഔട്ടുമ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ടണം, പുറകെ വരുന്നതിനെ നോക്കണം, ഫ്രണ്ടിൽ പോകുന്നതിനെ നോക്കണം. ഐ ആം ടു മച്ച് ലേസി ഗായ്സ് ആ ഒരു കാര്യത്തിൽ. സോ കട്ടപ്പന എപ്പോൾ എത്തുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഐഡിയ ഇല്ല. ബട്ട് ഹോണസ്റ്റ്ലി പുറകെ വരുന്ന ആൾക്കാർക്ക് സ്പീഡ് ഇച്ചിരി കുറവായതുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ല ടൈം എടുക്കാനും സാധ്യതകളുണ്ട്. ആൻഡ് ഞാൻ ആക്ച്വലി ഇന്ന് കുറച്ച് ടെൻഷൻ അടിച്ചു. എൻ്റെ ഗോപ്രോ ഞാൻ കുറച്ച് നാളായിട്ട് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. ആൻഡ് ഇന്ന് ഞാൻ സഡനായിട്ട് ഓൺ ആക്കിയ സമയത്ത് എന്തോ കുറച്ച് നേരമായിട്ട് സാധനം എന്താ പറയുക റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി, ബാറ്ററി 2-3 പ്രാവശ്യം ഇട്ട് നോക്കി. കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യാത്തതിന് എന്തോ ഒരു കംപ്ലയിൻറ്റ് പോലെ എനിക്ക് തോന്നി. ബട്ട് റൈറ്റ് നൗ എവറിത്തിങ് വർക്കിംഗ് ഫൈൻ. എല്ലാം അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു പ്രശ്നവുമില്ല. പിന്നെ സോറി, ഞാൻ ആക്ച്വലി എന്ന് വെച്ചാൽ കുറച്ച് ഇംഗ്ലീഷ് കയറി വരുന്നുണ്ട്. സോ ഞാൻ കുറച്ച് നാളായി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ്. സോ മാക്സിമം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പിന്നെ അറിയാതെ കയറി വരുന്നതാണ്. സോ ഹോപ്പ്ഫുള്ളി എല്ലാവരും ഇന്ന് മാനേജ് ഇതൊക്കെ നല്ല അടിപൊളി ചെറിയൊരു വാട്ടർഫോൾ കേട്ടോ, അടിപൊളി. സോ നമ്മളിപ്പോൾ ഉള്ളത് വാഗമൺ ടൗണിലാണ്. വാഗമൺ ടൗണിൽ നിന്ന് നമ്മൾ ആക്ച്വലി കട്ടപ്പനയ്ക്കുള്ള വഴിയിലോട്ട് തിരിയുക. ആൻഡ് ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ രാത്രിയായി. സമയം ഇപ്പം നിലവിൽ 6:45 ഉള്ളൂ. പക്ഷേ നല്ല എക്സ്ട്രീം കോൾഡും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് ഇറ്റ്സ് റിയലി അമേസിങ്. ഞങ്ങൾ ആക്ച്വലി നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ലേറ്റായി പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായി പോയി. പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റൂട്ട് കംപ്ലീറ്റ്ലി എനിക്ക് പുതിയതുപോലെ ആട്ടോ. സോ ഞാൻ പണ്ടെങ്ങാണ്ട് ഒരു പ്രാവശ്യം പോയൊരു ഇതേ ഉള്ളൂ. ബട്ട് രാത്രിയായി, കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. ഐ തിങ്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. വിഷ്വൽസ് എല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാൻ ആംഗിൾ ഒന്നും എനിക്ക് നോക്കാൻ പറ്റില്ല. 1-2 പ്രാവശ്യം ക്യാമറ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറേ നേരമായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് പിന്നെ എനിക്ക് ആംഗിൾ നോക്കാൻ സമയം കിട്ടിയില്ല, ടു ബി ഓണസ്റ്റ്. ഇപ്പോൾ നിലവിൽ എന്തായാലും ഇത് നമ്മുടെ വേറൊരു ബൈക്കാണ്. നമ്മളിങ്ങനെ അടിച്ചു വിട്ടങ്ങ് പോയതുകൊണ്ടില്ല. എല്ലായിടത്തും എക്സ്ട്രാ ലൈറ്റ്സും കാര്യങ്ങളും പിടിച്ചേക്കാണ്. എൻ്റെ വണ്ടിയിലാണെങ്കിൽ എക്സ്ട്രാ ലൈറ്റ് ഇല്ല. ഞാൻ ആരുടെയും വണ്ടിയിലില്ല. ഞാൻ ആക്ച്വലി ഇതിൽ പിടിപ്പിക്കണം എന്നൊക്കെ ഓർത്താണ്, പക്ഷേ പിടിപ്പിക്കാൻ പറ്റിയില്ല ആക്ച്വലി. അതാണ് വേറൊരു ഇഷ്യൂ. സോ സത്യം പറഞ്ഞാൽ 2 യെല്ലോ ലൈറ്റ് പിടിപ്പിക്കേണ്ടതായിരുന്നു. ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഡെഫിനറ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് 2 യെല്ലോ ലൈറ്റ്സ് മിനിമം. കാരണം അതില്ലാതെ ഒരു കാരണവശാലും ഇതിലേക്കൂടെ ഒന്നും ഓടിരും നടക്കൂല രാത്രി. സോ എനിവേയ്സ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ എങ്ങനെ ആവും, നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ ആവും നോക്കട്ടെ. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കട്ടപ്പന. നേരെ കട്ടപ്പന പോകാം. സോ ചന്ദ്രൻ നമ്മളെ നോക്കിയൊരു ഹായ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ എത്രത്തോളം ക്യാമറ ക്യാപ്ചർ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. രാത്രിയായി പോയതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ബട്ട് ഹോണസ്റ്റ്ലി ഇത് കംപ്ലീറ്റ്ലി പുതിയ റൂട്ടാണ് എനിക്ക്. ആൻഡ് ഐ ആം റിയലി എൻജോയിങ്. നല്ല തണുത്ത കാറ്റ് എന്ന് പറയുന്നത്, നല്ല അടിപൊളി തണുത്ത കാറ്റ്. ആൻഡ് ഗൂഗിൾ മാപ്പിൻ്റെ ഇതിൽ 8 മണിക്ക് നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ റീച്ച് ആവുന്നതാണ്. ആൻഡ് ഇത്രയും പെട്ടെന്ന് ഡാർക്ക് ആവുമെന്ന് ഞാനും ഓർത്തില്ല കേട്ടോ. ബട്ട് ഞങ്ങൾക്ക് നല്ല അടിപൊളി നല്ല സെറ്റ് വൈബിലാണ് നിൽക്കുന്നത്. ആൻഡ്
കുറച്ച് ലേറ്റായി പോയി ബിക്കോസ് ഓണത്തിൻ്റെ ആ ഒരു സീസൺ, ആ ഒരു ലീവും കാര്യങ്ങളായതുകൊണ്ട് ഒരുപാട് ട്രാവലേഴ്സും ഒരുപാട് പേരുണ്ട് ഹോളിഡേ ആയതുകൊണ്ട്. ബട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു സ്പീഡിൽ അങ്ങനെ അങ്ങ് പോകുന്നു. ബട്ട് ദിസ് ഈസ് അൾട്ടിമേറ്റ്ലി സൂപ്പർ. എൻ്റെ പൊന്നുമോനെ പട്ടിക്കുഞ്ഞെ, നീ എന്തിനാണ് ചാടിയത്? സോ ബേസിക്കലി എന്താ പറയുക, നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ വീഴും. അതുകൊണ്ട് തന്നെ മാക്സിമം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ മാക്സിമം ബ്രേക്കിൽ തന്നെ നിർത്താൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പട്ടിയുടെ ദേഹത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ മറിഞ്ഞു വീഴും. സോ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇതുപോലെ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കുഴിയുണ്ട്, അത് കാരണം നമുക്ക് വിട്ടടിച്ച് പോരലും നടക്കില്ല. ബട്ട് എനിവേസ് ഐ ആം ഓക്കെ. സോ ഇതിൽ രാത്രി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം ഓർത്തോളുക, നിങ്ങൾ വരുമ്പോൾ ക്ലിയർ വൈസറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളും കാര്യങ്ങളൊക്കെ കണ്ണിൽ അടിച്ച് കയറാനുള്ള സകല ചാൻസസും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഈ സൈഡിൽ വരുമ്പോൾ നിങ്ങൾ മോസ്റ്റ്ലി ഉണ്ടല്ലോ ഒരു ഹെൽമെറ്റ് എടുക്കുമ്പോൾ ഡബിൾ വൈസർ ഹെൽമെറ്റ്സ് എടുക്കുക. ഇപ്പോൾ ലൈക്ക് ആക്സോറോ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ക്ലിയർ വൈസർ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് രാത്രിയൊക്കെ വണ്ടി ഓടിക്കണമെങ്കിൽ ഇങ്ങനെ ക്ലിയർ വൈസർ ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ യൂഷ്വലി നിങ്ങളുടെ കയ്യിൽ ഒരു ക്ലിയർ വൈസറും കൂടെ വെക്കുക. സോ ഇറ്റ് വിൽ ബി റിയലി അമേസിങ്. കാരണം രാത്രി നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, വൈസർ മാറിയിടേണ്ട കാര്യമൊന്നും വരത്തില്ല. ഈ ക്ലിയർ വൈസറിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിക്കാം. ആൻഡ് പിൻലോക്ക് സിസ്റ്റം ഉള്ളത് തന്നെ എടുക്കാൻ ശ്രമിക്കുക, ബിക്കോസ് ഫോഗ് പിടിക്കാതിരിക്കും. അങ്ങനൊരു ഉപകാരം കൂടെ ഉണ്ടാവും. ആൻഡ് നല്ലപോലെ ഇത് കണ്ടില്ല, ഓപ്പോസിറ്റ് വരുന്ന ആൾ ഒരു ഡിമ്മ് പോലെ അടിച്ചു തരത്തില്ല. അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. ഓ ഭയങ്കര വലിയ കർവായിരുന്നു കേട്ടോ. ഞാനത് കറക്റ്റ് ടൈമിൽ ബ്രേക്ക് പിടിച്ചില്ലായിരുന്നു, ഉറപ്പായിട്ടും പണി കിട്ടിയാനെ. നല്ല കർവായിരുന്നത്, എൽ ഷേപ്പിലുള്ള വളവായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള വളവുകളും തിരിവുകളും ആയിരിക്കും കൂടുതൽ. ആൻഡ് രാത്രി ആയതുകൊണ്ട് ഒന്നും കൂടെ നമ്മൾ എക്സ്ട്രാ ടേക്ക് കെയർ ചെയ്യേണ്ടി വരും. ബിക്കോസ് ഒന്ന് ഇറക്കവും കയറ്റവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ട്വിസ്റ്റീസുമാണ്. സോ എന്തായാലും നോക്കട്ടെ എങ്ങനെയാവും നമ്മുടെ റൈഡ്, കാര്യങ്ങൾ എപ്പോൾ എത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബേസിക്കലി ഒരു ഐഡിയ ഇല്ല. ബട്ട് നോക്കാം. കാരണം ഇപ്പോൾ എല്ലാം ഗൂഗിൾ മാപ്പ് പറയുന്ന പോലെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. എന്തായാലും ഒരു 1 hourനുള്ളിൽ എത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കട്ടെ എങ്ങനെയാണ്. സോ അങ്ങനെ ഫൈനലി നമ്മൾ കട്ടപ്പന എത്തി. കട്ടപ്പന എത്തി 2-3 മിനിറ്റായി. നമ്മളൊന്ന് ജസ്റ്റ് ഒരു 1-2 ബ്രേക്കൊക്കെ എടുത്ത് എല്ലാവർക്കും ഓക്കെ ആവുന്ന രീതിയിലാണ് നമ്മൾ നിന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് മേടിക്കാനുള്ളൊരു പരിപാടിയാണ്. ഇവിടെ എവിടെയോ ഫുഡ് മേടിക്കുന്ന സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. കാരണം അവനിവിടെ അറിയാം, അത്യാവശ്യം അറിയാം. ഒരു സെക്കൻഡ്. അടിപൊളി ഹോട്ടലുണ്ട്, അല്ലെങ്കിൽ വേറെ കടയുണ്ട്. എന്നാ അവിടെ വന്നിടാ മതിയെന്നേ മതിയെന്നേ. ആ ഇപ്പം ഫുഡ് മേടിക്കാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ഫുഡ് മേടിച്ചുകൊണ്ടങ്ങ് പോവാം. അവൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നാളെ രാവിലെ മേഘമലയിലോട്ടൊരു യാത്ര നമ്മളെ പ്ലാനിങ്. ബട്ട് എന്താ പറയുക, ഇത്രയും നമ്മൾ എക്സോസ്റ്റഡ് ഒന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. സോ വീട്ടിൽ നിന്ന് ഏകദേശം 100 kilometers, നിയർലി 100 kilometers നമ്മൾ ഓടി. കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. 100 kilometers, നിയർലി നമ്മൾ 100 kilometers ഓടിയിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾ എക്സോസ്റ്റഡും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ആക്ച്വലി ഉണ്ടല്ലോ, ഞങ്ങൾ റൈഡ് വരുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ മടുത്തു എന്നുള്ളൊരു ഫീൽ വരുന്നൊരു മടുത്ത് കഴിഞ്ഞ് നമ്മൾ എത്ര റെസ്റ്റ് എടുത്തിട്ടും കാര്യമില്ല. സോ ആ ഒരു മടുപ്പ് വരുന്നതിൻ്റെ ഒരു ടൈമിങ് തന്നെ ഒരു 10-15 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ പിന്നെ മടുപ്പുണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ യൂഷ്വലി നമ്മുടെ റൈഡ് എന്നൊക്കെ പറയുമ്പോൾ അടിപൊളി സെറ്റായിട്ടുള്ള റൈഡാണ്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ നല്ല എന്തായാലും ഫുഡും മേടിക്കുന്നു, നേരെ അവൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നു. എന്നിട്ടുള്ള ബാക്കി പരിപാടി നമുക്ക് നോക്കാം. ഓ അമേസിങ് വ്യൂ, അമേസിങ്. ഒരു രക്ഷയില്ലടാ. ചെന്നൈ 546, 40 kilometers. എന്താണ് അതെല്ലാം പറഞ്ഞാൽ പെട്ടെന്ന് പോകാം. അപ്പോൾ നിങ്ങൾ സമ്മതിക്കാമല്ലോ. ഓ ബൈക്സ് മേഘമല ഡാം.